എടാ രാഹുലേ, നീ കാണിക്കുന്നതാണ് ഏറ്റവും വലിയ തായോളിത്തരം. ഇപ്പം നീ കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതാണ് ഏറ്റവും വലിയ തായോളിത്തരം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ വീഡിയോസ് അവിടെ ഇവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് നിൻ്റെ പേജിലിട്ടിട്ട് നിനക്ക് ഫോളോവേഴ്സിനെ കിട്ടാൻ വേണ്ടി കാണിക്കുന്നതാണ് ഏറ്റവും വലിയ തായോളിത്തരം. നീ കാണിക്കുന്നതാണ് ഏറ്റവും വലിയ തായോളിത്തരം. എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇപ്പോൾ ഇട്ടിരിക്കുന്ന വീഡിയോസ് കുറേ നാളുകൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ആ വീഡിയോ വന്നിട്ട് കുറേ നാളായി. അത് നീ വീണ്ടും ആളുകളെ കാണിക്കാനായിട്ട് കൊണ്ടുവന്ന് ഇവിടെ പോസ്റ്റ് ചെയ്യുന്ന പരിപാടിയില്ലേ, അതാണ് ഏറ്റവും വലിയ തായോളിത്തരം. ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകളെ, ചില തന്തയില്ലാത്തവന്മാർ കുറേ തായോളി മക്കൾ വിളിക്കുന്ന പേരാണ് കരടി എന്നുള്ളത്. അത് നീ എന്നെ വിളിക്കുന്നത് വളരെ മോശമാണ്. ഈ തന്തയില്ലാത്തവന്മാർ വിളിക്കുന്നത് കേട്ടിട്ട് എന്തിനാ അളിയാ എന്നെ വിളിക്കാൻ വരുന്നത്? അളിയനൊരു സ്റ്റാൻഡേർഡ് ഇല്ല. അതൊക്കെ കളഞ്ഞിട്ട് നമ്മളെ വിളിക്കേണ്ട കാര്യമുണ്ട്. ഈ കുറേ തായോളി മക്കൾ തന്തയില്ലാത്തവന്മാർ കയറിയിട്ട് കരടി കരടി എന്ന് വിളിക്കുന്നുണ്ട്. അതൊക്കെ കേട്ടിട്ട് അളിയൻ എന്തിനാണ് നമ്മൾ കരടി എന്ന് വിളിക്കാൻ തന്നെ? എനിക്ക് അറിയാൻ പാടുള്ളതുകൊണ്ട് ചോദിക്കുക. അളിയൻ ആ ഗണത്തിൽ പെടുന്നതാണോ? അല്ലല്ലോ. അളിയൻ ആ ഗണത്തിൽ പെടുന്നതാണെങ്കിൽ അങ്ങനെ വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല. കുറേ തന്തയില്ലാത്തവന്മാരും തായോളി മക്കളും വിളിക്കുന്ന പേരാണ് കരടി. അത് കേട്ടിട്ട് അളിയനും വിളിക്കുകയാണെങ്കിൽ ആ ഗണത്തിലുള്ളതാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ അളിയൻ വിളിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല, എന്നെ അളിയൻ തായോളിത്തരം എന്നുള്ള രീതിയിൽ അളിയൻ വീഡിയോ ഇട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിക്കുന്നത്. അത് അതിൻ്റെ അർത്ഥം അറിയാലോ. ഒരിക്കലും അങ്ങനത്തെ ഒരു തെറി പറഞ്ഞ് ഒരിക്കലും വീഡിയോ ഇടുന്നത് തന്നെ മോശമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പ്രതികരിച്ചത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാനാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്തിരിക്കുന്ന, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനും വൈഗ എന്ന് പറയുന്ന കുട്ടിയായിട്ടൊരു മണിച്ചേണ്ട പാട്ട് ചെയ്തിരുന്നു. നല്ല ഇൻ്റർവ്യൂസ് വന്നിരുന്നു. അതൊക്കെ എടുത്തിടാലോ. അതൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 10 പേര് തെറി വിളിക്കാൻ കയറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. രാഹുലിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നോക്കി എല്ലാവരെയും കുറ്റം പറഞ്ഞ്, നമ്മളാദ്യമേ എല്ലാം തികഞ്ഞവരായിരിക്കണം, മനസ്സിലായില്ലേ? എന്നിട്ട് വേണം മറ്റുള്ളവരെ കുറ്റം പറയാനായിട്ട്. അതുകൊണ്ട് എനിക്കിതേ പറയാനുള്ളൂ. രാഹുൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഭയങ്കരമായിട്ട് തായോളിത്തരം, മനസ്സിലായില്ലേ? അതുകൊണ്ട് അത് എന്തിനാണ് മാഷേ പണ്ടത്തെ വീഡിയോ ഒക്കെ വലിച്ചു വാരിക്കൊണ്ടിരുന്നത്? എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ വീഡിയോ ഞാൻ തരില്ലേ? ഇഷ്ടംപോലെ വീഡിയോ ഞാൻ തരാം. അളിയനെ റീച്ച് കിട്ടാനാണെങ്കിൽ നല്ല അടിപൊളി വീഡിയോ ഞാൻ തരാം കേട്ടോ. ഓക്കെ.